ഒരു അടിപൊളി ചായ ഉണ്ടാക്കും. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ചായക്ക് ഒരു 3/4 കപ്പ് വെള്ളമുണ്ട്, പാത്രമുണ്ട്. പാൽപ്പൊടിയാണ് നമ്മൾ ഇടയ്ക്ക് പാൽപ്പൊടിയായിരിക്കും, ഇടയ്ക്ക് പാലായിരിക്കും. പാൽപ്പൊടി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, മറ്റേ അമൂല്യയുടെ. അപ്പം ചായ പരിപാടി ഒരു എന്താ പറയുക, ചെറിയ രീതിയിലുള്ളൊരു മസാല ചായ കൂടി. എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ പട്ട, ചെറിയ കഷ്ണം, ഇത് പിന്നെ 2 ഏലക്കായ, പിന്നെ ഗ്രാമ്പു, കുറച്ച് ജീരകം, ഇത്രയും നമ്മൾ ഈ ഇടി മുട്ട ഇതിലേക്ക് ഇടും. എന്നിട്ടോ 2 നമ്മുടെ പ്രീമിയം ടീ ആണ്, 2 മതിയാവും. ഇടുന്നു. ഇത് നന്നായിട്ട് ലെവലാക്കി. ഓക്കെ, പാൽപ്പൊടി ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇളക്കും. പാലല്ല, പാൽപ്പൊടി. ഈ പാലിളക്കുമ്പോഴേ നമുക്കിങ്ങനെ ഈ പോർക്ക് കൊണ്ട് ഇളക്കുകയാണെങ്കിൽ ഈ മറ്റേ സ്പൂണ് പോലെ, സ്പൂൺ കൊണ്ട് ഇളക്കുമ്പോൾ ഇങ്ങനെ തെറിച്ചു പോകും പലയിടത്തും. ഇതിന് തെറിക്കില്ല, നന്നായിട്ട് എന്താ പറയുക, അസലായിട്ട് മിക്സാവും, അല്ലെങ്കിൽ കട്ട ചെയ്തിട്ടൊക്കെ കിടക്കും. അപ്പോൾ അതിന് നമ്മൾ തന്നെ നമ്മുടെ ചായ ഉണ്ടാക്കിയിട്ടുള്ള പുരോഗതിയിൽ നിന്നാണ് നമ്മൾ ഇത്തരം ഡെവലപ്മെന്റ്സിലേക്കൊക്കെ വന്നത്. ഇത് കഴിഞ്ഞാൽ നമ്മുടെ മിശ്രിതം, ചായ ഉണ്ടാക്കാൻ ഏലക്കായ, ഗ്രാമ്പു, ജീരകം കൂടുതലുള്ള മിശ്രിതം മിശ്രിതം ഇട്ട് കഴിഞ്ഞാൽ 2 ചായക്കുള്ളത് എടുത്തിരുന്നു. അതിലൊന്ന് മാറ്റി വെച്ച് കുറച്ച് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കി ഒന്നിങ്ങനെ ഇളക്കണം. നോക്കാം, ഇങ്ങനെ തിളച്ചിങ്ങനെ വരും. അതങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ ഒന്ന് താഴ്ത്തി കൊടുക്കുക. അപ്പോൾ അത് താഴേക്ക് പോകും. വീണ്ടും നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ വരുത്തുക, താഴേക്ക്. ചായപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് എന്താ പറയുക, വേവണം. 3ാമത്തെ വരവിന് ഇതാ ഇങ്ങനെ കൊണ്ടുവന്ന് സ്വിച്ച് ഓഫ്, നേരെ താഴേക്ക് ഒഴിക്കുന്നു. ചായക്ക് പഞ്ചസാര വേണമെന്ന് ചോദിച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടം, നമ്മൾ ഇടാറില്ല. നല്ലതാണ്. ഏലക്കായ, ചായപ്പൊടി, ഗ്രാമ്പു, ജീരകം, പട്ട, നല്ല കോമ്പിനേഷനാണ്.